ആളുകൾ ഭൂരിഭാഗവും കാലും കൈയും മനസ്സും ഒക്കെ ഉണ്ടായിട്ടും എല്ലാ അവയവങ്ങളും ഭദ്രമായിരുന്നിട്ടും ഒന്നും ചെയ്യാതെ നടക്കുന്ന ആളുകളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിരാശയോടുകൂടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കരുതിയിരിക്കുന്നവർ ഇതൊക്കെ കണ്ട് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ മൊബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം വിതറുന്നത് ഹാപ്പിനെസ്സാണ്, ഹാപ്പിനെസ് സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങൾ ഈ മിസ്റ്റർ രവീന്ദ്രനുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറും. 25 പാറ്റൻറ്റുകളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാറ്റൻറ്റ് കയ്യിലുണ്ടോ? സാധാരണ ആളുകൾക്ക് 2 കൈയും 2 കാലും ഊർജ്ജസ്വലമായി നടക്കുന്ന, ശരീരത്തിന് പ്രശ്നമൊന്നുമില്ലാത്തവർക്ക് ഒരു പാറ്റൻ്റ് ഉണ്ടോ? നമസ്കാരം. ഇന്ന് ദുബായ് വാർത്താ ടീമിനോടൊപ്പമുള്ള ഒരു അതിഥി വളരെ വളരെ സ്പെഷ്യലായി ലോകം കാണുന്ന ഒരാളാണ് മിസ്റ്റർ രവീന്ദ്ര. അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 4-5 വർഷമായി UAE ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നു. പറയേണ്ട കാര്യം, 7ാമത്തെ മാസം, ജനിച്ചിട്ട് 7ാമത്തെ മാസം അദ്ദേഹത്തിൻ്റെ 2 കാലുകൾക്കും പോളിയോ ബാധിച്ച് കിടന്നു പോയ, ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടിലായിപ്പോയ ഒരു മനുഷ്യനാണ് മിസ്റ്റർ രവീന്ദ്ര. ഇന്ന് 25 പാറ്റൻറ്റുകളുടെ ഉടമയാണ്. അതുപോലെ 5 ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. ഇന്ത്യയിലും UAE-യിലും മറ്റ് വിവിധ രാജ്യങ്ങളിലുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ അധിപനാണ്. എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൻ്റെ ഹാപ്പിനെസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാവുന്ന ഒരു തസ്തികയിലൂടെ എല്ലാവർക്കും സന്തോഷവും പുഞ്ചിരിയും സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം 100 ബില്യൺ സ്മൈൽസ് എന്നുള്ളതാണ്. അതായത് 100 ഗുണം 100 കോടി, അത്രയും പുഞ്ചിരികൾ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജനസംഖ്യയുടെ അതിൻ്റെ അപ്പുറമുള്ള ഓരോരുത്തരിൽ നിന്നും ലക്ഷക്കണക്കിന് ചിരി ലോകത്തിന് കിട്ടാവുന്ന സാഹചര്യത്തിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ മിസ്റ്റർ രവീന്ദ്ര ഇന്ന് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. വി ക്യാൻ മൂവ്. ഈ ഒരു നമുക്ക് സ്കൂട്ടർ പോലെ തോന്നുന്ന, മുമ്പൊക്കെ നമ്മൾ വീൽ ചെയർ എന്ന് പറയാവുന്ന, അങ്ങനെയല്ല ഇപ്പോൾ ഇത് വീൽ ചെയർ അല്ല, ഇതൊരു സ്കൂട്ടർ തന്നെയാണ്. ഇത് മിസ്റ്റർ രവീന്ദ്ര കണ്ടുപിടിച്ചത്. അദ്ദേഹം എഞ്ചിനീയറാണ്. ഈ 7ാമത്തെ മാസം പോളിയോ വന്നിട്ട് തളർന്നങ്ങനെ കിടന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് മാറുക. ഇദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നതാണ് ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അമൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അമൽ എന്ന് വെച്ചാൽ UAE-യിൽ എല്ലാവർക്കും അറിയാം, ഹോപ്പ് എന്നാണ്. മിസ്റ്റർ രവീന്ദ്ര, വി ആർ വെരി മച്ച് grateful to have with you. Thank you, sir. Thank you. Okay, how is your invention of this particular scooter started? What thinking process you had gone through before this? So basically, I had polio when I was 7 months old, Okay, and from that time, for me, walking and mobility was always a challenge okay, because you don't know how to walk. Because Okay. when you are 7 months old, there is nothing that Correct. you know how that whole walking thing works. But what I thought was that We can move, for yeah. me, life definitely is going to be difficult. I know that. Okay. But at the same time, my family support, friends, and also my determination that I want to succeed. Okay. I want to be something really big. okay, And first thing that I wanted to do is, I didn't want to work under anybody. okay, I wanted to start my first company. okay. That is the first determination. First determination is, തൽക്കാലം ഈ ഒരു ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്വയം പ്രതിജ്ഞ എടുത്തതാണ്. ആരുടെയും കീഴിൽ വർക്ക് ചെയ്യില്ല, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമെന്നുള്ള. അതാണ് ഇൻസ്പിറേഷൻ. നമ്മൾ ആളുകൾ ഭൂരിഭാഗവും കാലും കൈയും മനസ്സും ഒക്കെ ഉണ്ടായിട്ടും എല്ലാ അവയവങ്ങളും ഭദ്രമായിരുന്നിട്ടും ഒന്നും ചെയ്യാതെ നടക്കുന്ന ആളുകളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിരാശയോടുകൂടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കരുതിയിരിക്കുന്നവർ ഇതൊക്കെ കണ്ട് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ മൊബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹം വിതറുന്നത് ഹാപ്പിനെസ്സാണ്, ഹാപ്പിനെസ് സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങൾ ഈ മിസ്റ്റർ രവീന്ദ്രനുമായി സംസാരിച്ചു കഴിഞ്ഞാൽ ജീവിതം മാറും. അത്തരത്തിൽ ഒരുപാട് കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. 25 പാറ്റൻറ്റുകളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാറ്റൻറ്റ് കയ്യിലുണ്ടോ? സാധാരണ ആളുകൾക്ക് 2 കൈയും 2 കാലും ഊർജ്ജസ്വലമായി നടക്കുന്ന, ശരീരത്തിന് പ്രശ്നമൊന്നുമില്ലാത്തവർക്ക് ഒരു പാറ്റൻ്റ് ഉണ്ടോ? 25 പാറ്റൻ്റ് ഉണ്ട്. ഈ സ്കൂട്ടറിൻ്റെ അടക്കം കൈവശമുള്ള ആളാണ്. ഓക്കെ, യുവർ ഡിറ്റർമിനേഷൻ, യുവർ തോട്ട് പ്രോസസ്, യുവർ ഹാർഡ് വർക്ക്, യു ബിക്കെയിം ആൻ എഞ്ചിനീയർ, റൈറ്റ്? I'm an engineer. Okay. I'm an engineer, and I built a lot of companies in software,
And I'm also an artificial intelligence specialist. Artificial intelligence specialist also. Okay. And we have created companies on healthcare, education, even we have companies in fashion, Okay. everything that uses AI for betterment. Okay. And Dubai is one country which encourages a lot of artificial intelligence, Yeah. and I've seen a lot of encouragement for most of our products here. in, How UAE. how you come to understand that Dubai is very much friendly with these kind of things? What is your experience? See, I have come here. Can we come around? Yes, sure. I have been coming to Dubai from almost 4-5 years now, Okay. and the first thing that I want to do is to salute our rulers here, Okay. because they have made everything accessible. Okay. Right from metro or bus, or even just see this place or any place. Okay. Everywhere there is a ramp. Everything is according to accessibility standards. The So- special need friendly, right? Absolutely friendly, and Yeah. in fact, even in India, I depend on a lot of things. I have to depend on my driver, car, all those. But Okay. here, I don't need to depend on anybody. Even I just for get up, taxi, they have given me the best thing about these rulers is they have given me an RTA card Okay. by which all metro, bus, everything is completely free. ഓക്കെ ആർ ടി എ കൊടുത്തിരിക്കുന്ന ഒരു കാർഡുണ്ട്, മെട്രോയും ബസ്സും എല്ലാം ഫ്രീ ആണ്. Free. And also MOCD card, where every public place and all parks, everything is free. ഓക്കെ Free for me and one more person with me, ഓക്കെ ഹു ഈസ് accompanying me. ഓക്കെ. So that is something incredible. I have not seen this in any country where they encourage people of determination. First and foremost thing, this you can probably explain more in Malayalam. ഓക്കെ. See, in every country, Yeah. even in India, we are called people with disability, ഓക്കെ. which means we are stamped. ഓക്കെ. In this life, we cannot change. ഓക്കെ. Here we say, here they call us people of determination. പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. Can you say that in Malayalam? ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ശാരീരികമായ അവശതകൾ, മാനസികമായ അവശതകൾ ഒക്കെ സംഭവിച്ചു പോയ ആളുകളെ ഡിസബിലിറ്റി എന്നല്ല പറയുന്നത്, അതൊരു കഴിവിൻ്റെ ഇല്ലായ്മയായിട്ടല്ല വിശേഷിപ്പിക്കപ്പെടുന്നത്, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ എന്നാണ് UAE പറയുന്നത്. അതാണ് മിസ്റ്റർ രവീന്ദ്ര ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. പ്രതിജ്ഞാബദ്ധതയുള്ള തീരുമാനം ഉറപ്പിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് തന്നെ ഒരു വലിയ അലങ്കാരമാണ്. ദിസ് ഈസ് ലൈക്ക് an honor, right? Exactly. People of determination. Because you are automatically motivated. When Correct. someone says you are a determined person, I get motivated. Very good. Very good. Very valid point you have put forward. Exactly. And also, this is the country where there is a minister for happiness. Correct. And there is happiness promotion. Okay. That actually triggered me to get the idea of making an entity called 100 billion smiles. 100 billion smiles. 100 into 100 കോടി. ഒരു ബില്യൺ എന്ന് വെച്ചാൽ 100 കോടിയാണല്ലോ. അപ്പോൾ 100 into 100 കോടി, 10,000 കോടി പുഞ്ചിരികൾ വിടരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡ്രീം. How did you come to that point? How you make others to smile? See, first thing is, whatever you give to others is what you will get. Okay. So if you want to be happy in life, make Okay. people smile. So you present smiles. Yes. So every And day, taking back. it's like Newton's third law. What you give will come back to you. Correct. So you basically give smiles. You make people smile. I tell all my people in my network, every day make 3 people smile. Okay. Every single day. And you So just for count how many every smiles action there is an equal and opposite reaction. Yes, So but- every smile Yes, you you'll get contribute, you will get equal Yes, or I will equal plus. equal plus. Yeah. So Very this good is point. our motto of life. And second thing is, I always feel everybody has problems. Okay. The only way to deal with the problem is to solve it. There is no other way. പ്രശ്നങ്ങളില്ലാത്തവരില്ല എന്നാണ് മിസ്റ്റർ രവീന്ദ്ര, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സോൾവ് ചെയ്യുക മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, ഒളിച്ചോടുകയല്ല. നോട്ട് ടു റൺ അവേ ഫ്രം പ്രോബ്ലംസ്, റൈറ്റ്? You should never quit. And in fact, I have written a book called Just Quit from Quitting. ജസ്റ്റ് Quit ക്വിറ്റ് from quitting. ക്വിറ്റിംഗ്. ഇദ്ദേഹം എഴുതിയ പുസ്തകം ജസ്റ്റ് ക്വിറ്റ് ഫ്രം ക്വിറ്റിംഗ്. അതായത് ഒരു ഒളിച്ചോട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. നിങ്ങൾ ഒളിച്ചോട്ടത്തിൻ്റെ ശീലം അല്ലെങ്കിൽ ഉപേക്ഷിക്കലിൻ്റെ ശീലം ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നാണ്. വിട്ടുപോവുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ പലർക്കും, മാറി നിൽക്കുന്നത്, അതിൽ നിന്ന് വിട്ടുപോവുക എന്നാണ് പറയുന്നത്. ആ ശീലമേ മറക്കുക. ഇറ്റ്സ് ആൻ ഇൻസ്പയർഡ് തിയറി. Definitely, sir. Okay, which are the patents you have now? എന്തൊക്കെ 25 patent? Some of them can you mention? Yeah. So this particular scooter
is patented. Okay. This design, because this is highly flexible. We have lot of things that we can do on this platform. Okay. So we have in fact 3 patents only on mobility devices, Okay. and I have a patent on women hygiene. We Okay. have created a patent where a lady can be seated and sanitary napkin can be changed. Okay. It's a very sensitive വനിതകൾക്ക് problem. സാനിറ്ററി നാപ്കിൻ മാറ്റാൻ പുറത്തു പോകാതെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ they can be seated Seated and and change changed. the napkins. Napkin with ഒരു revolutionary contactless. product ആണ്. അതിന്റെ പാറ്റന്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. സ്കൂട്ടർ. Then something related to SIM card you mentioned We before. have made the world's first electronic medical record on a SIM card. World's first electronic Medical records medical records on a SIM card. on a SIM card. SIM കാർഡിൽ ലോകത്തിൽ ആദ്യമായി മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം പതിപ്പിക്കുന്നതിനുള്ള സംവിധാനം, അതിൻ്റെ പാറ്റന്റും മിസ്റ്റർ രവീന്ദ്രയ്ക്കുണ്ട്. So we have also done one patent on fashion. It's a Fashion. So for example, if a lady wants to know what should I wear today, Okay. the AI engine will analyze all her requirements, and she say you look very beautiful in this in this blue saree and this particular accessories, and this is how you should go for a function. ഒരാളുടെ സൗന്ദര്യം പുറത്തു കൊണ്ടുവരുന്ന വിധത്തിലുള്ള വേഷവിധാനവും ആഭരണങ്ങളുമൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും മനോഗതി വെച്ചും ജീവിത രീതി വെച്ചും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് സിസ്റ്റം അദ്ദേഹം കണ്ടുപിടിച്ച് അതിൻ്റെ പാറ്റന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എവറിഥിങ് ഈസ് ഇൻ വർക്കിംഗ് തിങ് Yes, or yes, yes. or just in your dream? No, they are already It is in there. some products. We have already launched Okay. some products. Okay, now we can come back to the scooter. So your name is very good. Thank you, sir. Amal. Thank you. So what about the costing factor? You have made the basic one, right? Yeah. What So- are the special usage and what is the cost factor? So I will tell you the main inspiration behind this. See, for example, there are so many malls in Dubai Yeah. or UAE, and there are a lot of people who are elders Okay. or people with a lot of obesity, Correct. or people with disabilities or with, Okay. situations. Okay. So the problem is they are unable to shop. They Okay. will, for example, they come to something like this place where we are now. Yeah, we are We are in front of Lulu Kisais hypermarket. Lulu Gisa, it's wonderful. Yeah. So in this place now it is very, very big area. Okay, and there are so many nice things to see. Yeah. Okay, so for people like that, it will be very difficult to move around. So normally what our relatives will do, our parayum, you sit in the car, Yes, we will purchase something. that's just something. But you are changing that concept. Exactly. You because want to go, you want to see the materials what you want to purchase. That is the hope and freedom. Very good. I want to shop myself. Why should someone shop for me? Correct. I want to touch and feel. I want to have my thing. So for them, now the one Okay, of the we can enter. Yeah, one of the things with elders is they don't like to sit on a wheelchair Okay. because they feel that I become sick or something like that. Okay. So for That's them, why scooter concept. yeah, scooter concept is designed so they feel good about it, and they are able to even drive it very fast. For example, I made one lady, 70-year-old lady, Okay. sit on this chair Okay. in her life. Okay. She has not even pushed a cycle. Okay. Okay, and she was able to drive within just 2 minutes. Okay. And now So she's very very easy to learn, yeah. right? Now she's telling her son, "You leave me in a mall and you don't be around. I will do my things on my own." Okay. Okay. So that is the level of confidence. Okay. Fine. So we already entered in the front area of Lulu hypermarket. Okay, wonderful. Let us go interior, Yes, and we want to know how you shop. yes, that will be wonderful. That I almost do it every second day here because this place is all of shopping. Okay. So first thing is I'll go pick up a cart. Okay. One trolley required. Yes. This take trolley one- you can handle as your own, right? Yeah, yeah. I'll also show how to handle. Okay. For people with some back problem or something, this is a very strong one. Okay. We tell them to hold this Okay. and then keep it here, Okay. Okay. so that you are also safe and you are keeping the stock. Okay. 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 Now, if I want to operate in left hand, also is fine. I can just leave the cart here, come back and see something. Back and check something. Check something this side. Okay. Okay, so now we'll go to our vegetable section. Okay. Vegetable section that side. That side. That's it. And sometimes when you have space, Yeah. you can also go a little fast. Okay.
which you can open it myself. സി നമ്മളെപ്പോഴും ഈ ഡിസേബിൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ഷോപ്പിങ്ങിൻ്റെ ഫ്രീഡത്തിൽ നിന്നും ഹാപ്പിനെസ്സിൽ നിന്നും ആളുകളെ മാറ്റി നിർത്തുകയാണ്. അവിടെയാണ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ, മിസ്റ്റർ രവീന്ദ്രയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അത് അവക്കാഡോ ആവട്ടെ ഓറഞ്ച് ആവട്ടെ, ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുകയാണ്. ഇതാണ് ഡിറ്റർമിനേഷൻ, ഇതാണ് സക്സസ്, ഇതാണ് ഹാപ്പിനെസ്, ഇതാണ് സ്മൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഷോപ്പിങ്ങിൻ്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നത്. ഇദ്ദേഹം സ്വന്തമായി ഷോപ്പ് ചെയ്യുമ്പോൾ അല്ലെ കാറിലിരുത്തിയിട്ട് അല്ലെങ്കിൽ റൂമിലിരുത്തിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആളുകൾ കാണുന്ന രീതി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഈ പറയുന്നത്. ഇങ്ങനെയുള്ള 25 പാറ്റൻറ്റുകൾ അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെ സമ്പാദ്യമായി അവശേഷിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഈ മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പുഞ്ചിരികൾ സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ ജീവിതം, മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി ഇവർ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇവർക്കുള്ള അംഗീകാരം നൽകണം. ഒരു ജീവിതത്തിൻ്റെ മഹാ അധ്യായങ്ങൾ 7-ാം മാസം പോളിയോ ബാധിച്ചിട്ട് കിടന്നു പോയെങ്കിൽ ഒരു പായയിൽ ഒരു കിടക്കയിൽ ചുരുണ്ടിങ്ങനെ കിടക്കാമായിരുന്നു ജീവിതമാണ്. ഇന്ന് ലോകത്തിന് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ പുതിയ പുഞ്ചിരിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മിസ്റ്റർ രവീന്ദ്രയെ പോലുള്ള ആളുകൾ ഇടപെടുന്നത്. മിസ്റ്റർ രവീന്ദ്രയുടെ ലോക്കൽ നമ്പർ, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ദുബായിലെ നമ്പർ ഞങ്ങളൊന്ന് സൂചിപ്പിക്കാം, എഴുതി കാണിക്കാം. ക്യാൻ ഐ ഗിവ് യുവർ ലോക്കൽ നമ്പർ ഇഫ് സംബഡി ഈസ് കോൺടാക്ടിങ് യു ഫോർ ഫർദർ ടു ഗെറ്റ് ഇൻസ്പയർഡ്, ടു ഗെറ്റ് മോർ ഹാപ്പിനെസ് ഫ്രം യു? ഓക്കെ, നമ്പർ ഇവിടെ എഴുതി കാണിക്കുകയാണ്. അത്യാവശ്യക്കാർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ അസാധാരണമായ ഒരു വ്യക്തിത്വത്തെ കിട്ടി എന്ന ആശ്വാസത്തോടെയാണ് ദുബായ് വാർത്ത ഇദ്ദേഹത്തിൻ്റെ ജീവിതം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹൃദയപൂർവ്വം നിങ്ങളത് സ്വീകരിക്കും എന്നുറപ്പാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ രവീന്ദ്ര. Wonderful. ഓക്കെ. Yeah.